നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എമ്പുരാന്റെ പൂട്ട് തുറക്കപ്പെട്ടു. സുഭദ്ര സെന്നും കബൂങ്കയും, ഒരു ഗുഡ് ഗൈയും ഒരു ബാഡ് ഗൈയുമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ക്യാരക്ടറായിട്ട് വന്ന സുഭദ്ര സെൻ അവർ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരുപാട് ഹ്യൂമാനിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പൃഥ്വിരാജ് അവരെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഒരു നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നല്ല സിനിമയാകുമെന്നുള്ള മറ്റുള്ളവരെല്ലാവരും പറഞ്ഞ അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞു. അടുത്ത വന്ന് കബൂകയാണ്. ഒരു റോങ് ഗൈ അല്ലെങ്കിൽ ഒരു ബാഡ് ഗൈ ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത് സ്പീച്ച്ലെസ് ആയി പോവും നമ്മൾ ഈ സിനിമ കാണി കഴിയുമ്പോൾ. അത്രയ്ക്കും മനോഹരമായ രീതിയിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എമ്പുരാൻ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഓരോ ക്യാരക്ടേഴ്സും റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ബ്രില്യൻസ് ഉപയോഗിച്ച് ഇന്ത്യയിലുള്ള സൗത്ത് ഇന്ത്യൻ സിനിമയെ ലോകോത്തര സിനിമകളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമിക്കാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ സിനിമ ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യാൻ പറ്റുന്നതല്ലെന്നും. മാർച്ച് 27 എമ്പുരാന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അങ്ങോട്ടുള്ള ദിനങ്ങളെല്ലാം എമ്പുരാന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും പറയാനുള്ള ലാൽ സാറിനോട് വർക്ക് ചെയ്ത് ലാൽ സാറിൻ്റെ സിനിമ, അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ബ്രില്യൻസ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കഴിയുന്നതോടൊപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ കൂടെ അഭിനേതാക്കൾ കൊതിക്കും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുത്തേക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം L2 സീക്വലാണ്. ലൂസിഫർ അഭിനയിച്ച എല്ലാവർക്കും എമ്പുരാനിലോട്ട് വരാനുള്ള താല്പര്യമുണ്ട്. അപ്പം ഇതിൽ എമ്പുരാനിൽ കുറേ ആൾക്കാർ എത്തിയിട്ടുമുണ്ട്. എമ്പുരാനിൽ വന്നവരും ഇനി എമ്പുരാൻ കാണുമ്പോഴും നമുക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിലെന്ന് നമ്മുടെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഒരു മലയാളം സിനിമയിൽ ഒരു സിനിമയെങ്കിലും മലയാളത്തിൽ ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് മലയാളം ഇൻഡസ്ട്രിയെ പീക്ക് ലെവലിൽ എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമവും കൂടി ഈ ചിത്രത്തിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും എമ്പുരാൻ വൻ വിജയമാകട്ടെ.